പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. മുസ്ലിം സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസി സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. നോമ്പ് കാലം കരുതലിൻ്റേതും ജാഗ്രതയുടേതുമാണ്. ഓരോ വാക്കുകളിലും സംസാരങ്ങളിലും സമ്പത്ത് സമ്പാദിക്കുന്നിടത്തും ചിലവഴിക്കുന്നിടത്തെല്ലാം നാം ആ സൂക്ഷ്മത വെച്ചു പുലർത്തിയിട്ടുണ്ട്. നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണം എന്ന കണിശത നാം പാലിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുമായി നാം ഏറെ സഹവസിച്ച മാസം കൂടിയാണ് റമദാൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലും അതോടൊപ്പം തന്നെ പഠനത്തിലും നാം ഏറെ സമയം ചെലവഴിച്ചു. ഒരർത്ഥത്തിൽ ഒരു മാസക്കാലത്തെ ആത്മസംസ്കരണത്തിൻ്റെ വഴിയെ നാം നേടിയെടുത്ത ജീവിത വിശുദ്ധിയുടെ ആഹ്ലാദ പെരുന്നാൾ കൂടിയാണ് തക്ബീർ ധ്വനികളോടുകൂടി നാം ഈദുൽ ഫിത്തറിലൂടെ ആഘോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ആഘോഷം മുഴുവൻ മനുഷ്യരെയും ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടാവണം. വെറുപ്പുൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തുകയും അകലങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ ബോധപൂർവം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നാടാണ് നമ്മുടെ നാട്. ആ വിള്ളലുകൾ വിളക്കിച്ചേർക്കാൻ, അകലങ്ങളെ അടുപ്പിക്കാൻ, മനുഷ്യർക്കിടയിലുള്ള ആശയക്കുഴപ്പങ്ങളെ അടുത്തിരുന്നു കൊണ്ടുള്ള ആശയവിനിമയത്തിലൂടെ മറികടക്കാൻ ഈദുൽ ഫിത്തറിലൂടെ നമുക്ക് സാധിക്കണം. ഇഫ്താർ സംഗമങ്ങളിലൂടെ അത് വളരെ ഭംഗിയായി നമുക്ക് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ റമദാനിൽ എല്ലാ മതസംഘടനകളും കേരളത്തിലുടനീളം സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നുകൾ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ സമൂഹത്തിലെ വൈവിധ്യത്തെ ചേർത്ത് നിർത്തുന്നത് കൂടിയായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് ഐക്യദാർഢ്യത്തിൻ്റേതു കൂടിയാണ്. വംശവെറി രാജ്യത്തും ലോകത്തും ദുരന്തം വിതച്ചുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ് ഇത് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ബുൾഡോസർ രാജ്, കോടതി വിധിക്കപ്പുറം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരെയാണ് വീടകങ്ങളിൽ നിന്ന് അത് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. മൊബൈൽ ലിഞ്ചിങ് ഈ റമദാനിൽ പോലും നമ്മുടെ രാജ്യത്ത് അരങ്ങേറുകയുണ്ടായി. UAPA ചുമത്തപ്പെട്ട് ജയിലിലടക്കപ്പെട്ട ആയിരക്കണക്കിന് യുവാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സന്തോഷ പെരുന്നാളിൻ്റെ സന്ദർഭത്തിലും സങ്കടത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ നമ്മോടൊപ്പമുണ്ട് എന്നർത്ഥം. അവരോടുകൂടിയുള്ള ഐക്യദാർഢ്യമാണ് നമ്മുടെ പെരുന്നാൾ എന്ന് പറയുന്നത്. യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക, ആ രാജ്യത്തെ പരമോന്നത ആത്മീയ നേതാവിനെ വധിക്കുക. ഇറാനിൽ മാത്രമല്ല, ഗസയിൽ ദുരന്തം വിതച്ചതവരാൻ, മിഡിൽ ഈസ്റ്റിലുടനീളം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് അവരാണ്. തീർച്ചയായിട്ടും സാമ്പത്തികവും സൈനികവും വംശീയവുമായ താല്പര്യത്തിനപ്പുറം യഥാർത്ഥത്തിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ അജണ്ടയ്ക്ക് വേണ്ടിയാണ് ലോകത്തെ തന്നെ ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിൽ, പ്രതിസന്ധിയുടെ മുനമ്പിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഈ പൊരുതുന്ന ഇറാനിലെ ജനതയോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. യുദ്ധം വിതക്കുന്ന സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള പ്രതിഷേധം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. അഥവാ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഈദുൽ ഫിത്തർ മർദ്ദിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ കൂടി ഈദുൽ ഫിത്തറാണ്. മർദ്ദക ഭരണകൂടമായ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള പ്രതിഷേധത്തിൻ്റെ കൂടി ഈദുൽ ഫിത്തറാണ്. അള്ളാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ മുഴക്കി നാം ഈദ്ഗാഹുകളിലേക്ക് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആത്മസംസ്കരണത്തിൻ്റെ ആഹ്ലാദമുണ്ട് അതിനകത്ത്, മർദ്ദിത ജനതയോടുള്ള ഐക്യദാർഢ്യമുണ്ട് അതിനകത്ത്. അതോടൊപ്പം തന്നെ സാമ്രാജ്യത്വത്തോടും സൈനിസത്തോടുമുള്ള പ്രതിഷേധ സ്വരം കൂടി ആ തക്ബീർ ധ്വനികളിൽ മുഴങ്ങുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ. അസ്സലാമു അലൈക്കും.